നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഭാഗ്യവും നിർഭാഗ്യവും രണ്ടും ജീവിതത്തിന്റെ ഭാഗമാണ്. രണ്ടും സ്വീകരിക്കുക, മുന്നോട്ട് കൊണ്ടുപോകുക. കേൾക്കാം ഇന്നത്തെ ശുഭദിന ചിന്ത. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ, അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. എന്നും ചൂണ്ടയിട്ടാണ് അയാൾ മീൻ പിടിക്കുക. ഒരു ദിവസം മീൻ പിടിക്കാൻ പോയ അയാളുടെ ചൂണ്ട പുഴയിൽ വീണ് കാണാതായി. നാട്ടുകാർ പറഞ്ഞു, നിർഭാഗ്യം തന്നെ. അപ്പോൾ അയാൾ പറഞ്ഞു, ആവോ, ആയിരിക്കാം. പിറ്റേന്ന് അദ്ദേഹം നഷ്ടപ്പെട്ട ചൂണ്ടയെ അന്വേഷിച്ച് പുഴയോരത്തുകൂടി നടന്നു നോക്കി. ആ ചൂണ്ട കണ്ടെത്താനായില്ല. പക്ഷേ പുഴയുടെ ഒരു വളവിലെത്തിയപ്പോൾ വലിയൊരു മത്സ്യസങ്കേതം കണ്ടെത്തി. പുതിയൊരു ചൂണ്ടയുമായി വന്ന് ധാരാളം മത്സ്യത്തെ പിടിച്ചു. ഗ്രാമത്തിലെത്തി നല്ല വിലയ്ക്ക് അത് വിറ്റു. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു, എന്തൊരു ഭാഗ്യം. അയാൾ പറഞ്ഞു, ആവോ, ആയിരിക്കാം. മത്സ്യശേഖരം കണ്ട സ്ഥലത്ത് 2 ദിവസത്തിന് ശേഷം അയാൾ വീണ്ടും പോയി. നദിക്കടുത്തുള്ള ഒരു മരക്കൊമ്പിൽ കാല് തട്ടി അയാളുടെ കാലൊടിഞ്ഞു. വിവരമറിഞ്ഞ് നാട്ടുകാർ പറഞ്ഞു, എന്തൊരു ഭാഗ്യക്കേട്. അപ്പോഴും അയാൾ പഴയ പോലെ തന്നെ പ്രതികരിച്ചു. അയാൾ കിടപ്പിലായതറിഞ്ഞ് കുറച്ചുപേർ അതേ സ്ഥലത്ത് മീൻ പിടിക്കാൻ പോയി. പക്ഷേ ഏതോ കാട്ടുമൃഗം ആക്രമിച്ച് അവർ മരിച്ചു. ഇതറിഞ്ഞ് നാട്ടുകാർ പറഞ്ഞു, നിങ്ങൾ എത്ര ഭാഗ്യവാൻ. അയാൾ അപ്പോഴും പറഞ്ഞു, ആവോ, ആയിരിക്കാം. ജീവിതം അങ്ങനെയാണ്. എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. ഒരു സംഭവം ഭാഗ്യമാണോ നിർഭാഗ്യമാണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ജീവിതം ഒരു പുഴ പോലെയാണ്. അത് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. പുഴയുടെ ഒഴുക്കിനനുസരിച്ച് നീന്തിക്കൊണ്ടിരിക്കാനേ നമുക്ക് കഴിയും. ആ ഒഴുക്കിൽ ചിലപ്പോൾ ഭാഗ്യം നമ്മെ തേടി വരും, ചിലപ്പോഴൊക്കെ നിർഭാഗ്യവും. രണ്ടും സ്വീകരിക്കുക, പുഴ പോലെ ഒഴുകിക്കൊണ്ടേയിരിക്കുക. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.